സെക്കൻഡ് സെമസ്റ്റർ BSc സൈക്കോളജി ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2021 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ആൻഡ് പ്രോബബിലിറ്റി തിയറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ എ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. Rank correlation coefficient is a real number lying between -1 and +1 which measures the correlation between two sets of data on the basis of their ranks. Second question. What are the limits of Pearson's coefficient of correlation? The limits of Pearson's coefficient of correlation is -1 and +1. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് BXY is equal to -0.90 and BYX is equal to -0.40, find the value of the correlation coefficient. അപ്പോൾ നമുക്ക് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ട്. BXYയും തന്നിട്ടുണ്ട്, BYXും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് R is equal to √BXY into BYX. ഇതാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -0.90 ഇൻറ്റു -0.40. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് ആയതുകൊണ്ട് പ്ലസ് ആവും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് പ്ലസ് 0.36 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. പക്ഷേ ഇവിടെ BXYയും BYXും, അതായത് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻ്റെയും സൈന് നെഗറ്റീവ് ആയതുകൊണ്ട് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ സൈനും നമ്മൾ നെഗറ്റീവാണ് കൊടുക്കുക. കാരണം ഈ മൂന്ന് കോഎഫിഷ്യൻറ്റുകൾക്കും എപ്പോഴും ഒരേ സൈനായിരിക്കും. ഒന്നില്ലെങ്കിൽ 3 പേരും പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ 3 പേരും നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇവർ 2 പേരും നെഗറ്റീവ് ആയതുകൊണ്ട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് R is also equal to -0.6. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടു ലൈൻസ് ഓഫ് റിഗ്രഷൻ ആർ x plus 2y minus 5 is equal to 0 and 2x plus 3y is equal to 8. Find the means of x and y. ഇപ്പോൾ നമ്മൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് തന്നാൽ മീന് കാണാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് റിഗ്രഷൻ ഇക്വേഷനുകളെയും സോൾവ് ചെയ്യുക. അതായത് ഇവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വാല്യൂ ആണ് മീൻ ഓഫ് എക്സ്, ആൻഡ് അങ്ങനെ കിട്ടിയ വൈൻ്റെ വാല്യൂ ആയിരിക്കും മീൻ ഓഫ് വൈ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷനുകളെ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ തന്നിരിക്കുന്നത് x plus 2y minus 5 is equal to 0 എന്നാണ്. അപ്പോൾ ഞാൻ ഈ കോൺസ്റ്റൻറ്റിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പം -5നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ x plus 2y is equal to 5 എന്ന് എഴുതാം അല്ലേ. ഇതിന് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് വയ്ക്കാം. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഇസ് 2x plus 3y is equal to 8. ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ രണ്ട് ഇക്വേഷൻസായി. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു വേരിയബിൾ എക്സിൻ്റെയോ വൈൻ്റെയോ കോഎഫിഷ്യൻറ്റുകളെ തുല്യമാക്കലാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ആൻഡ് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പം അങ്ങനെ ചെയ്യാൻ എളുപ്പമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് തുല്യമായിട്ട് വരും. അപ്പം 1 ഇൻറ്റു 2, ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലുള്ള എല്ലാ ടേമുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വരുന്നത് 2x പ്ലസ് 2y ഇൻറ്റു 2 ആണ്. അപ്പം 4y ദറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 10. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. സെക്കൻഡ് ഇക്വേഷന് മാറ്റമൊന്നും വരുത്തുന്നില്ല, അതേപോലെ എടുത്ത് എഴുതുന്നു. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 8. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം രണ്ട് ഇക്വേഷനുകളിലും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ തുല്യം. അപ്പോൾ ഇത് വരെ സബ്ട്രാക്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ ടേം എലിമിനേറ്റ് ആയിട്ട് പോകും. അപ്പോൾ നമ്മളിവിടെ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x മൈനസ് 2x അത് 0 ആയിപ്പോയി. 4y മൈനസ് 3y ഇസ് y. ദറ്റ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 8 2. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് y ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ വൈൻ്റെ വാല്യൂ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ വൈ എന്ന് വന്ന സ്ഥാനത്ത് ഞാൻ 2 കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 5 എന്ന് വരുന്നു.
or x plus 4 is equal to 5, or x is equal to 5 minus 4, that is equal to 1. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1 എന്നും വൈൻ്റെ വാല്യൂ 2 എന്നും കിട്ടി. therefore നമുക്ക് പറയാം മീൻ ഓഫ് എക്സ്, that is x bar is equal to 1. similarly mean of y bar is equal to 2. അടുത്ത question, the coefficient of correlation between x and y is 0.60. the covariance is 4.80 and variance of x is 9. find the standard deviation of y. അപ്പോൾ നമുക്കിവിടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 6 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.60. കൊവേരിയൻസ് തന്നിട്ടുണ്ട്, കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, ദാറ്റ് ഈസ് 4.80. പിന്നെ തന്നിരിക്കുന്നത് വേരിയൻസ് ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സിനെ നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദാറ്റ് ഈസ് സിഗ്മ എക്സ് എന്താണെന്ന് എഴുതാം. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ 9 ആണെങ്കിൽ സിഗ്മ എക്സ് വിൽ ബി റൂട്ട് ഓഫ് 9, ദാറ്റ് ഈസ് 3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് നമ്മളതിൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ, അതുകൊണ്ടാണ് വെറും 3 എന്ന് എഴുതിയിരിക്കുന്നത്, +3 ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ നമുക്ക് 6 അറിയുന്നുണ്ട്, കൊവേരിയൻസ് അറിയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും അറിയുന്നുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, അതായത് സിഗ്മ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൊവേരിയൻസും കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എല്ലാം വരുന്ന ഫോർമുല, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 6ൻ്റെ ഫോർമുല നമുക്ക് ഈ ഫോർമുല എഴുതാം. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഇക്വേഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അറിയുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു 0.60 ഇസ് ഈക്വൽ ടു കൊവേരിയൻസ് ഇസ് 4.80 ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇസ് 3 ഇൻറ്റു സിഗ്മ വൈ അല്ലേ. അപ്പോൾ ഇതിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, 3 ഇൻറ്റു സിഗ്മ വൈനെ അങ്ങോട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ സിഗ്മ വൈനെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോവാം, സിഗ്മ വൈനെ മാത്രം അവിടേക്ക് കൊണ്ടുപോവാം. അപ്പോൾ സിഗ്മ വൈ ഇൻറ്റു 0.60 ഇസ് ഈക്വൽ ടു 4.80 ഡിവൈഡഡ് ബൈ 3, ഇറ്റ് ഇസ് ഈക്വൽ ടു 1.60. അതായത് സിഗ്മ വൈ ഇൻറ്റു 0.60 എന്ന് പറയുന്നത് 1.60 എന്ന് നമുക്ക് കിട്ടി. ഓർ സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 1.60 ഡിവൈഡഡ് ബൈ 0.60. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2.666 എന്ന് വരും. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 2.67 എന്ന ആൻസർ എഴുതും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് R12 is equal to R23 is equal to R13 is equal to R, find the value of R12.3. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊക്കെ സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 പേരും ആറിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R12.3 ആണ്. അപ്പോൾ നമ്മൾ R12.3യുടെ ഫോർമുല നോക്കാം. R12.3 is equal to R12 minus R13 into R23 divided by square root of 1 minus R13 square into square root of 1 minus R23 square. ഇവരെല്ലാം ഈ സിമ്പിൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റുകളൊക്കെ 6 ആണ്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു R മൈനസ് R ഇൻറ്റു R ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് R സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് R സ്ക്വയർ, which is equal to R minus R square. ന്യൂമറേറ്ററിൽ R minus R square എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ റൂട്ട് ഓഫ് 1 മൈനസ് R സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് R സ്ക്വയർ, ദറ്റ് ഈസ് 1 മൈനസ് R സ്ക്വയർ എന്ന് എഴുതാം. ഓർ ഒന്നും കൂടി നമുക്ക് ഇവരെ സിംപ്ലിഫൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ R മൈനസ് R സ്ക്വയർ എന്നുണ്ട്, അതിന് നമ്മൾ ആറിനെ കോമൺ ഫാക്ടറായിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ R ഇൻറ്റു 1 മൈനസ് R എന്ന് പുറത്തേക്ക് എടുത്തു അല്ലേ, ഡിവൈഡഡ് ബൈ താഴെ 1 മൈനസ് R സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് A സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വന്നാൽ ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് A മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇങ്ങനൊരു റിസൾട്ട് ഉണ്ട്. A സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? A മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം.
അതേപോലെ 1 മൈനസ് ആർ സ്ക്വയറിന് 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്നാക്കിക്കൊള്ളാം. അപ്പോൾ 1 സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് വന്നാൽ നമുക്കതിനെ ഇതേപോലെ എങ്ങനെ എഴുതാം? 1 മൈനസ് ആർ ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് എഴുതാം. അതായത് 1 മൈനസ് ആർ സ്ക്വയറിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ ഞാനിവിടെ 1 മൈനസ് ആർ സ്ക്വയർ എന്ന് വന്ന സ്ഥാനത്ത് 1 മൈനസ് ആർ ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് എഴുതി. ഇവിടെ നമുക്ക് പറ്റുന്നത് ഈ 1 മൈനസ് ആറിനെയും 1 മൈനസ് ആറിനെയും ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദ ആൻസർ ഇസ് ആർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സാമ്പിൾ സ്പേസ്. A sample space is said to be discrete if it contains finite or countably infinite number of sample points. A sample space is said to be continuous if it contains uncountably infinite number of sample points. Another question, give axiomatic definition of probability. Let S be the sample space of a random experiment, and for each event A, which is a subset of S, we can find a real number P of A, and P of A is called the probability of the event A if it satisfies the following axioms. First axiom പറയുന്നത് 0 less than or equal to P of A less than or equal to 1 for every event A. Second one is P of S, that is probability of sample space is equal to 1. Third axiom is if A and B are mutually exclusive events, then P of A union B is equal to P of A plus P of B. Another question, state multiplication theorem of probability for 3 events. If A, B and C are any 3 events, then probability of A intersection B intersection C is equal to P of A into P of B given A into P of C given A intersection B. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ എനി 3 ഇവൻറ്റ്സ്. അപ്പോൾ ഇൻ പർട്ടിക്കുലർ ഇപ്പം എ ബി ആൻഡ് സി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇപ്പോൾ ഇവർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന് ഇങ്ങനെ പറയാം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ into P of B into P of C. അടുത്ത ക്വസ്റ്റ്യൻ, if A and B are 2 independent events, then P of A intersection B is equal to എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ P of A intersection ബിനെ നമുക്ക് P of A into P of B എന്ന് എഴുതാം. Next question is, for 2 mutually exclusive events A and B, given that P of A union B is equal to 3 by 8 and P of B is equal to 1 by 4, find P of A. അപ്പോൾ നമുക്ക് P of A union B തന്നിട്ടുണ്ട്, that is equal to 3 by 8 എന്ന്, and P of B is given as 1 by 4. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of A ആണ് അല്ലേ. അപ്പം എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകൾ ആയതുകൊണ്ട് പി ഓഫ് എ യൂണിയൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ബൈ തേർഡ് ആക്സിയം ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂസ് അറിയുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദറ്റ് ഈസ് 3 by 8 is equal to പി ഓഫ് എ പ്ലസ് 1 by 4. അപ്പോൾ വാട്ട് ഇസ് പി ഓഫ് എ? പി ഓഫ് എ is equal to 3 by 8 minus 1 by 4. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് 12 minus 8 divided by 8 into 4, that is 32, which is equal to 4 divided by 32, and the answer is, നമുക്ക് 4 ക്യാൻസൽ ചെയ്താൽ 1 by 8. അടുത്ത ക്വസ്റ്റ്യൻ, state any 2 properties of distribution function of a discrete random variable. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. മറ്റൊരു പ്രോപ്പർട്ടി എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു 1.